പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ ഈ ആഴ്ച എന്ന നമ്മുടെ ജ്യോതിഷ പദ്ധതിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള 1200 മകരമാസം 16 മുതൽ 22 വരെയുള്ള ഒരാഴ്ചക്കാലത്ത് 7 ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ വാരത്തെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വാരത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി മീനത്തിലേക്ക് വന്നിരിക്കുന്നു. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു. ശുക്രൻ ഉച്ചസ്ഥനാകുമ്പോൾ ഭൗതിക സുഖവുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. വിവാഹമായാലും ലക്ഷുരസായ സാമ്പത്തിക ഇടപാടുകളായാലും വീടായാലും ഭൂമി വാങ്ങലായാലും പ്രണയമായാലും ഇതൊക്കെ തന്നെ ശുക്രൻ ഉച്ചസ്ഥനാകുമ്പോൾ സംഭവിക്കുന്നു. പക്ഷേ ഇതേ ശുക്രൻ തന്നെ മേടം മുതൽ ഓരോ രാശിക്കാർക്കും ഓരോ രീതിയിലുള്ള ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അത് നാം മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ചൊവ്വ നീചത്തിൽ നിന്നും വക്രിയായി അതിശക്തമായി മിഥുനൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മകരം 16, അതായത് ജനുവരി 29 ഈ വാരത്തിൻ്റെ തുടക്കം ബുധനാഴ്ച അമാവാസിയാകുന്നു, കറുത്ത വാവാകുന്നു. അതിനാൽ പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ വളരെ അനുകൂലമായ ദിനമാകുന്നു ഈ വാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ. തിരുവോണം നക്ഷത്രം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്ര ദിനമാകുന്നു. ഇവിടെ പിതൃക്കളുടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഈ മകരമാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം. അതുതന്നെ വാരത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനാൽ പിതൃകർമ്മം അനുഷ്ഠിക്കുവാൻ, ബലി, ശ്രാദ്ധം മുതലായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ തയ്യാറുള്ള മനസ്സുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുനെല്ലി ദർശനം നടത്താം. തിരുവോണം നക്ഷത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബുധൻ ധനുവിൽ നിന്നും മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സൂര്യനോടുകൂടെ ബുധന് മൗഢ്യമുണ്ടെങ്കിലും ഒരു നിപുണ യോഗമാണ്. ഏകരാശിയിലെ മൗഢ്യത്തിന് പ്രസക്തി ഒന്നും തന്നെ ഇല്ല. ഇപ്രകാരം ഈ വാരത്തിൽ ചില നല്ല വിശേഷങ്ങളുണ്ട്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു മേടം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. മേടൻ രാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് മേടൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2ാം ഭാവത്തിൽ വ്യാഴം, 3ാം ഭാവത്തിൽ ചൊവ്വ, 6ാം ഭാവത്തിൽ കേതു, 10ാം ഭാവത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, 11ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 12ാം ഭാവത്തിൽ രാഹു. ഇവിടെ മേടൻ രാശിക്കാർക്ക് രാശിയുടെ അധിപനായ ചൊവ്വ ബലവാനായി 3ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ബുദ്ധിയും വിക്രമവും ഉണ്ടാക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ചൊവ്വ ബലവാനാണ്, ലഗ്നാധിപൻ ബലവാനാണ്. വ്യാഴം 2ാം ഭാവത്തിലുണ്ട്. കർമ്മവിഷയത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കർമ്മസ്ഥാനത്തേക്ക് ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. കർമ്മസ്ഥാനത്ത് സൂര്യനും ബുധനും ചന്ദ്രനും നിൽക്കുന്നു. ഈ വാരം പലപ്പോഴും വിദേശത്തേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ടെക്നിക്കൽ, പ്രത്യേകിച്ച് ഓയിൽ ഫീൽഡുമായി, മെക്കാനിക്ക്, അതിൽ ഓയിൽ ഫീൽഡിലുള്ള ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ജോലി കിട്ടാൻ നല്ല സാധ്യതയാണ്. കാരണം മകരൻ രാശി ജലം കൊണ്ട് ധനം കിട്ടുന്ന രാശിയാണ്. അവിടെ സൂര്യനും ചന്ദ്രനും കൂടി വരുമ്പോൾ യന്ത്ര അശ്മകാരം എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. യാന്ത്രികമായ പ്രവർത്തനങ്ങളിലൂടെ ധനം ലഭിക്കുമെന്ന്. അതിനാൽ ഞാൻ മേൽ സൂചിപ്പിച്ച സഞ്ചാര വിഷയത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന പ്രേക്ഷകർക്ക്, മേടൻ രാശിക്കാർക്ക് അനുകൂലമായ വാരമായിരിക്കും. ഇവിടെ ഈ വാരത്തിൽ ചന്ദ്രൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ചന്ദ്രൻ അമാവാസിയിലാണ്. ആ ചന്ദ്രൻ മൗഢ്യമുണ്ട്. അതിനാൽ ജനുവരി 31 ആയിരിക്കും ചന്ദ്രൻ പ്രായണ കുറച്ച് നല്ല ഫലങ്ങൾ, സുഖകരമായ അവസ്ഥ, മാനസികമായ സ്വസ്ഥത തരുന്നത് മേടം രാശിക്കാർക്ക്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. 31 വരെ നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ദോഷഫലം മാതാവിനി ജനന്യാസ്ഥത യാതനാം ആദനോതി, അമ്മക്ക് യാതനകൾ ഉണ്ടാകുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അമ്മയുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കുക. വിവാഹ വിഷയത്തിൽ, ദാമ്പത്യ വിഷയത്തിൽ ക്ലേശങ്ങളുണ്ടാകും. 7ാം ഭാവം വിവാഹപതിയായ ഗ്രഹം ശുക്രൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഉച്ചസ്ഥനായി 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില പ്രയാസങ്ങളുണ്ടാകാം.
പ്രണയബന്ധങ്ങൾ തകർന്നു പോകാം. അങ്ങനെ മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ വരും. ഭാര്യാഭർത്താക്കന്മാർ ചെറിയ രീതിയിൽ അകന്നു നിൽക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. അത് ജോലിയിലായാലും മതി. ജോലി പ്രമാണിച്ച് ഭാര്യയുടെ വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ പാർഷ്യലി ദേ ആർ സെപ്പറേറ്റഡ്. ഈ രീതിയിലുള്ള ഫലങ്ങളൊക്കെ മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാം. ഇവിടെ ദാമ്പത്യ ശ്രേയസ്സിനായി ദാമ്പത്യ ഐക്യം, ദാമ്പത്യം മുട്ടിച്ചെയ്യണം. അതേ രീതിയിൽ ദാമ്പത്യ ഐക്യമത്യ പുഷ്പാഞ്ജലി ദമ്പതികളുടെ പേരിൽ ചെയ്യുക. വാഹനം വളരെ ശ്രദ്ധിച്ച് ഓടിക്കണം. ഏത് ദിവസം വരെ? ജനുവരി 31 വരെ. ഇവിടെ വാഹന പതിയായ 4ാം ഭാവം ചിന്തിക്കേണ്ടുന്ന ചന്ദ്രന് മൗഢ്യമാണ്. മേടം നിശാരാശിയാണ്. വാഹനകാരകനായ ശുക്രൻ 12ലാണ്. അതിനാൽ വാഹനങ്ങളുടെ അപകടം വരിക. ആ സമയത്ത് രാത്രി യാത്ര ശ്രദ്ധിക്കുക. ചിലപ്പോൾ വാഹനങ്ങൾ വിൽക്കുമ്പോൾ നമുക്ക് ലാഭങ്ങളെക്കാളും നഷ്ടങ്ങളുണ്ടാകാം. ജനുവരി മാസം 31 വരെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വാഹനം മോഷണം പോകുന്ന സമയം കൂടിയാണ്. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വാഹനം മോഷ്ടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. രാത്രിയിൽ വീട്ടിൽ കള്ളനെ ശ്രദ്ധിക്കണം. സ്വർണം, ആഭരണങ്ങൾ ഇത് നഷ്ടപ്പെടും. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ മറ്റുള്ളവരെ അറിയിക്കരുത് നമ്മുടെ ധനത്തിൻ്റെ സ്രോതസ്സ് എന്താണെന്ന്. അത് മേടൻ രാശിക്കാർ ശ്രദ്ധിച്ചേ മതിയാവുകയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കർമ്മമേഖലയിൽ വലിയ തടസ്സങ്ങളൊന്നുമില്ല. 12ലെ ശുക്രൻ ആകസ്മികമായ ധനലാഭം ഉണ്ടാക്കും. ഏത് ഗ്രഹങ്ങളും 12ാം ഭാവത്തിൽ വളരെ ദുർബലമാണ്, മോശമാണ്. പക്ഷേ 12ൽ ശുക്രൻ നിൽക്കുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞത് ഒറ്റ ഫലമാണ്, സധനോന്ത്യേ, ഇദ്ദേഹം ധനത്തോടു കൂടി ഇരിക്കുന്ന ആളായിരിക്കുമെന്നാണ്. അതിന് വേണ്ട ഒരു ഊർജ്ജസ്വലത 3ാം ഭാവത്തിൽ ചൊവ്വ പ്രദാനം ചെയ്യുകയും ചെയ്യും. ഏതായാലും നല്ല പ്രാർത്ഥനകൾ ചെയ്യുക. വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ വിളക്കുമാല പായസം വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴം, 2ൽ ചൊവ്വ, 5ാം ഭാവത്തിൽ കേതു, 9ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ചന്ദ്രൻ, 10ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 11ാം ഭാവത്തിൽ രാഹു. പ്രായേണ ഇടവൻ രാശിക്കാർക്ക് ഈ വാരം ചില ധനാഗമ മാർഗങ്ങളൊക്കെ തുറക്കപ്പെടുന്ന വാരമാകുന്നു. അവിടെ ശ്രദ്ധിക്കണം. 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അനാവശ്യമായ പ്രോമിസസൊക്കെ നടത്തിയിട്ട് ധനപരമായ വിഷയത്തിൽ നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതെ നോക്കണം. 2ൽ ചൊവ്വ വരുമ്പോൾ അദ്ദേഹം വാതോരാതെ സംസാരിക്കും ഒരു വ്യക്തി. ഇടവൻ രാശിക്കാർ ഈ വാരം വളരെ ശ്രദ്ധിക്കുക. തൻ്റെ വാക്കിനാൽ തനിക്ക് വരുന്ന ബിസിനസ്സുകൾ നഷ്ടപ്പെടാൻ പാടില്ല. പുനഃസന്മുഖം കോർവജൻ വാദഭക്ത എന്നാണ്. 2ാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ ഒരു വ്യക്തി വാദപ്രതിവാദത്തിൽ പരാജയപ്പെട്ടാൽ തന്നെ തിരിച്ചു വരില്ല ഇദ്ദേഹത്തിൻ്റെ അടുത്തെന്നാണ്. അത്രത്തോളം ആർഗ്യുമെൻറ്റ്സ് പലപ്പോഴും നാം ജാതകത്തിൽ ശ്രദ്ധിക്കണം. കവടിയിലായാലും ശ്രദ്ധിക്കണം. 2ൽ ചൊവ്വ വരുമ്പോൾ അനാവശ്യമായ വാക്ക് തർക്കങ്ങളുണ്ട്. അനാവശ്യമായ ഭക്ഷണത്തോടുള്ള ഭ്രമമുണ്ടാകും. കതന്നഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കുൽസിതമായ അന്നം അത്തി ഇതി കതന്നഹ. കുൽസിതമന്നം അത്തി ഇതി. കുൽസിതമായ ഭക്ഷണം ഇഷ്ടപ്പെടുക. പലപ്പോഴും ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ നോൺ വെജ് തൊടാറില്ല. പക്ഷേ ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന അദ്ദേഹം തന്നെ ഓവർ സ്പൈസി ഫുഡിനെ ഇഷ്ടപ്പെടും. വിനാഗിരി ചേർത്ത അച്ചാറുകൾ ഇഷ്ടപ്പെടും. ഇതൊക്കെ ഇദ്ദേഹത്തിന് വളരെയധികം അപകടമായിരിക്കും. കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ വാരം കണ്ണുകൾ അളിയുക, നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക, തീർത്ഥാടന സ്ഥലം സന്ദർശിക്കുവാനുള്ള മഹാഭാഗ്യം വരും. നിർബന്ധമായും ആ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണം. ദേശങ്ങൾ സഞ്ചരിച്ച് മാനസികമായ ഒരു ഉല്ലാസം ഈ വാരത്തിലുണ്ടാകും. പലപ്പോഴും ഫാമിലിയായിട്ട് യാത്ര ചെയ്യാം, തീർത്ഥാടനങ്ങൾ. കാരണം സന്താനപതി ആഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. സന്താനങ്ങൾക്കും ഒരു ദൈവികമായ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് കരുതുക. കർമ്മമേഖലയിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിൽ ശനി അതിശക്തമായി ശശമഹായോഗം ചെയ്ത് ശുക്രനോടുകൂടെ നിൽക്കുന്നു. പാരമ്പര്യ സ്വത്തുകൾ, പൂർവികമായ സ്വത്ത് അത് അനുഭവിക്കുവാനുള്ള നല്ലൊരു അവസരം കൂടി കൈവരുന്നു. അതിനാൽ സ്വത്ത് വിഷയത്തിലൊക്കെ എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് പൂർവികമായ അല്ലെങ്കിൽ മാതൃപക്ഷത്തുള്ള സ്വത്ത് ലഭിക്കാനോ അതിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാനോ ഈ വാരം വളരെയധികം അനുകൂലമാകുന്നു. കർമ്മമേഖലയിൽ പുതിയ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാം. കാരണം 9ാം ഭാവത്തിൽ സൂര്യനാണ്. 9ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ക്രിയാതുങ്കതാം, കർമ്മമേഖലയിൽ അങ്ങേയറ്റം ഉയർന്നൊരവസ്ഥ പ്രദാനം ചെയ്യും. സഹോദരങ്ങളാൽ തപിക്കപ്പെടും, ദുഃഖം അനുഭവിക്കുമെന്നൊരു ഫലവും ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ വരില്ല. ധീരമായി മുന്നോട്ട് നീങ്ങുക.
ഇടവം കാളയാകുന്നു. അതിൻ്റെ എംബ്ലം, ചിഹ്നം കാളയുടേതാണ്. ലൈഫിൽ മധ്യകാലം മുതലാണ് ഇവർക്ക് സൗഭാഗ്യങ്ങളുണ്ടാവുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന വാക്ക് ഏറ്റവും അന്വർത്ഥം ഇടവൻ രാശിക്കാരൻ. ഓരോ അടിവെപ്പും ഇടവൻ രാശിക്കാരുടെ അത്യന്തം ദൃഢതയേറിയതാണ്. കാളയെ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര മർദ്ദിച്ചാലും കാള മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് വയ്ക്കില്ല. അങ്ങനെയൊരു ഗുണമാണ് ഇടവം രാശിക്കാർക്കുള്ളത്. ഒരു ന്യായമായ പദത്തിലൂടെ മാർഗത്തിലൂടെ സഞ്ചരിക്കും. ന്യായാത്പദ പ്രവിചലന്തി പദം ന ധീരാഹ എന്ന് ഇടവൻ രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എത്ര തന്നെ പ്രയാസങ്ങളുണ്ടായിരുന്നു, തങ്ങൾ ഒരു ന്യായമായ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കും. അത് ഇടവൻ രാശിക്കാർക്ക് മാത്രം വരാഹമിഹിര ആചാര്യൻ വിധിച്ചിട്ടുള്ള പ്രമാണങ്ങളിലൊന്നാണ്. ത്യാഗി ക്ലേശസഹ. ജീവിതത്തിൽ ധാരാളം ക്ലേശങ്ങൾ സഹിക്കും, ത്യാഗങ്ങൾ സഹിക്കും. ധാരാളം പെൺസന്താനങ്ങൾ ഉണ്ടാകും. തൻ്റെ മക്കളിൽ പെൺകുട്ടികൾക്കാണ് പ്രാമുഖ്യം വരിക. കഫപ്രകൃതിയാണ്. അതിനാൽ എപ്പോഴും കഫജന്യമായ അസുഖങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ രാശിയിൽ വ്യാഴമുണ്ട്. അത് അഷ്ടമാധിപനാണ്. കഫജന്യമായ രോഗങ്ങളുടെ സമയമാണ്. ഇവിടെ വിഷ്ണുപ്രീതി ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ഇടവൻ രാശിക്കാർക്ക്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മിഥുനം രാശി എന്നാൽ മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മിഥുനം രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ, 4-ൽ കേതു, അഷ്ടമത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, 9-ാം ഭാവത്തിൽ ശുക്രൻ, ശനി, 10-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ വ്യാഴം. മിഥുനം രാശിക്കാർക്ക് ഇവിടെ രോഗാധിപനായ ചൊവ്വ രാശിയിൽ വന്നിരിക്കുന്നു. ഊർധ്വാംഗ രോഗങ്ങൾ, ശിരോജന്യമായ രോഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. രോഗാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നു. ലഗ്നം എന്നാൽ ശിരസ്സാണ്. പാപവിത്തകതെ പരാജയ ശിരോരു, ശിരസിനെ സംബന്ധിച്ച രോഗങ്ങളുണ്ടാവുക, പരാജയങ്ങളുണ്ടാവുക. ദുഃഖ ദുഷ്കീർത്തേഹ, തൻ്റെ പേരിന് മങ്ങലുണ്ടാകും. ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. വ്യാധ്യാധീനി, രോഗാദി അവസ്ഥകളുണ്ടാകും. ഇതര ക്രിയാഭിഗമനം, മറ്റ് കർമ്മങ്ങളിലേക്ക് ചാടിപ്പോകും. സ്ഥാനച്യുതിഞ്ച ആവതം, സ്ഥാന ചലനം സംഭവിക്കും. ഇതൊക്കെ മിഥുനം രാശിക്കാർക്ക് ഈ ഒരു വാരത്ത് അനുഭവിക്കേണ്ടി വരും. കാരണം ഇവിടെ മിഥുനം രാശിയുടെ 2nd ഹൗസ്, കുടുംബം, ധനം ചിന്തിക്കേണ്ടുന്ന, വാക്ക് ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ ഏറ്റവും ദുർബലമായി 8-ൽ നിൽക്കുന്നു. ധാരാളം കാശ് രോഗാദി അരിഷ്ടതകൾക്ക് ചെലവഴിക്കേണ്ടി വരും. സഭാവിദ്യതേ ഭൈഷജീതസ്യ ഗേഹേ, തൻ്റെ വീട് മെഡിക്കൽ ഷോപ്പ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ആരോഗ്യ വിഷയത്തിൽ താൻ ധാരാളം കാശ് നഷ്ടപ്പെടുത്തേണ്ടുന്ന വാരമാകുന്നു. ഇൻഷുറൻസ് നിർബന്ധമായും ചെയ്യണം. കാരണം ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. ഏതാനും ദിനങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ചൊവ്വ, വക്രിയായ ചൊവ്വ നീചസ്ഥനായി കർക്കിടകത്തിൽ വരും. ഇതൊക്കെ ധനനഷ്ടത്തിൻ്റെ സമയമാണ്. അതിനാൽ ഇൻഷുറൻസ് ചെയ്ത് തൻ്റെയും കുടുംബത്തിൻ്റെയും മക്കളുടെയും പേരിൽ ഇൻഷുറൻസ് ചെയ്ത് അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സംരക്ഷണം ഏർപ്പെടുത്തണം മിഥുനം രാശിക്കാർ. കർമ്മമേഖലയിൽ തടസ്സം കാണുന്നുണ്ട്. കർമാധിപനായ ഗ്രഹം വ്യാഴം 12-ാം ഭാവത്തിൽ അങ്ങേറ്റം ദുർബലമായി നിൽക്കുന്നു. സമാധാനം വീട്ടിലുണ്ടാകില്ല. 4-ാം ഭാവം വീട് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ബുധൻ അഷ്ടമത്തിൽ വളരെ ദുർബലമായി നിൽക്കുന്നു. പരകർമ്മകൃതാണ്. അന്യന് വേണ്ടി ജോലി ചെയ്യേണ്ടി വരും. അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാക്കേണ്ടുന്ന വാരമല്ല ഇത്. അന്യന് വേണ്ടി ജോലി ചെയ്യും. ഋണവാൻ, കടം പിടിക്കും. ശില്പബുദ്ധി, എൻജിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കും. പക്ഷേ അവിടെയൊന്നും അംഗീകാരം കിട്ടണമെന്നില്ല. വരവ്, സാമ്പത്തികമായ അഭിവൃദ്ധി അങ്ങേറ്റം ഉണ്ടാകില്ല. മനസ്സങ്ങേറ്റം അസ്വസ്ഥമാകും മിഥുനം രാശിക്കാർ. സ്വതവേ മിഥുനം രാശിക്കാർ ഭോഗാസക്തരാണ്, ഭോഗപ്രിയരാണ്. അവർക്ക് പലപ്പോഴും മറ്റ് സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അവർ മെൻ്റലി വളരെയധികം അസ്വസ്ഥരാകും. അത് സംഭവിക്കും ഈ ഒരു വാരം. ഇവിടെ നിർബന്ധമായും നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക. ശിവന് കൂളമാല, ജലധാര വഴിപാടായി ചെയ്യുക. സഹോദര ഗുണം വളരെയധികം കുറയും. തർക്കങ്ങൾ സഹോദരങ്ങളുമായി ഉണ്ടാകാൻ പാടില്ല. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടും. അതിനുമപ്പുറം ശ്രദ്ധിക്കുക. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. ആരെങ്കിലും തട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് പെട്ടെന്ന് ചില ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ടാക്കുക. എന്നിട്ട് നാം കോടതിയിൽ പോകേണ്ടി വരിക. അങ്ങനെ പോലീസുമായോ ബഹുജനങ്ങളുമായോ വഴിപ്രശ്നമുണ്ടാകും, കേസുണ്ടാകും. വളരെ ശ്രദ്ധിക്കണം. സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്ന വാരമാകും. സുഹൃത്ത് പതിയായ ഗ്രഹം 4-ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ്. സൗഹൃദങ്ങൾ നഷ്ടപ്പെടും. അതിനാൽ മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കട്ടെ. എല്ലാ മിഥുനം രാശി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.